ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ചെയ്തപ്പോ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം അദ്ദേഹം കറക്റ്റ് ചെയ്തു. പിന്നെ അതിന്റെ പേരിലൊരു വിവാദം വേണ്ട. ഡാമേജ് ഒരുപാട് അതല്ല, അത് അദ്ദേഹം തിരുത്തിയല്ലോ. നമുക്കിപ്പോ സംസാരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോ നമ്മളത് കറക്റ്റ് ചെയ്യുക, അതിനെല്ലാം അപ്പൊ തന്നെ തിരുത്തുക. അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോ അതിലുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നലെ സംഘപരിവാർ ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ദിവസം കൂടിയാണ് MP സ്ഥാനത്ത് നിന്ന്. അപ്പൊ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ ഗവർണറുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാടിനും പോയില്ല. ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഗവർണർ ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുള്ള ആരെ എന്നെയാണ്. ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് ഞാൻ അതിന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അന്ന് അസലായിട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗവർണർ എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെയും സംഘപരിവാറിന്റെ പുറകെയും പോവില്ല. CPM-ഉം പിണറായി വിജയനുമാണ് സംഘപരിവാറിന്റെ പുറകെ പോകണം. ഇനി BJP-ക്കാര് ഇന്ന് മുതലൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശിക്കുക. ഇവർ ചെല്ലുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ശ്രദ്ധിക്കണം, ഇവരാരാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 6-7 വർഷക്കാലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിക്കുകയും വൈദികരെ അറസ്റ്റ് ചെയ്യുകയും മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ പേരിൽ പാസ്റ്റർമാരും പ്രാർത്ഥന കൂട്ടായ്മകളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകളാണ്. മണിപ്പൂരിൽ 254 പള്ളികളാണ് ഇവർ കത്തിച്ചത്. അനാഥാലയങ്ങൾ കത്തിച്ചു, മതപരമായ സ്ഥാപനങ്ങൾ കത്തിച്ചു. ഈ വർഷം മാത്രം 2023 മാത്രം 684 ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറാണ്. രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെയും ക്രിസ്മസ് പ്രാർത്ഥനകൾക്ക് നേരെയും അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുമെല്ലാം വ്യാപകമായി അക്രമം അയച്ചുവിടുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാറിന്റെ കേരളത്തിലെ ആളുകളാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ വീട് സന്ദർശിക്കാൻ പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായകളാണ് അവരെ കാണാൻ പോകുന്നത് എന്ന് അവർ ഓർത്തിരിക്കും, അവർക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടി, ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഈ ഡേറ്റകൾ പുറത്തുവിടുന്നില്ല. എന്തൊക്കെ കണക്കുകൾ പ്രകാരമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടുന്നത്? അത് ഞാൻ 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നവകേരള സദസ്സ് നടക്കുന്നതുകൊണ്ടാണ് ഈ ഡാറ്റ ഒന്നും പുറത്തുവിടാത്തത്. കാരണം ഇന്ത്യയിൽ ഉണ്ടായ പുതിയ ഒമിക്രോണിന്റെ വകഭേദം അത് 89% കേരളത്തിലാണ്. 5 മരണങ്ങളുണ്ടായി കേരളത്തിൽ. എന്നിട്ട് ഗവൺമെന്റ് അത് ഒരു തരത്തിലും സംസാരിക്കുന്നില്ല. പേടിപ്പിക്കൽ എന്നാണ് പറയാൻ പറഞ്ഞപ്പോ. യഥാർത്ഥ വിവരം പറയാനുള്ള ബാധ്യത കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് TV-യിൽ വന്ന് ഇത് ആഘോഷിച്ചിരുന്ന ആളാണ്, സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ എന്താ മിണ്ടാത്തത്? നവകേരള സദസ്സ് തീർന്നു കഴിയുമ്പോൾ പറയും, ഇല്ലെങ്കിൽ നവകേരള സദസ്സ് നിർത്തിവെക്കേണ്ടി വരും എന്നുള്ള പേടിയാണ്, ഭയമാണ്. യഥാർത്ഥ വിവരം പറയട്ടെ, പുറത്തു പറയട്ടെ.